ഹമാസ് തുടരണമെന്നാണ് അമേരിക്കയുടെ താൽപ്പര്യമെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം സങ്കീർണമാണെന്നും ഒരു ദേശത്തിന് നിയന്ത്രണമില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ദുരന്തങ്ങളും വിഷയങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ താൽക്കാലികമായി ഹമാസ് തുടരുകയാണ് നല്ലത് എന്നൊരഭിപ്രായമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ വിഷയത്തിൽ കടുത്ത എതിർപ്പുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വന്നു. ഹമാസിനെ നിരായുധീകരിക്കുന്നതിന് പകരം അവർക്ക് സുരക്ഷിതത്വം ഒരുക്കുന്ന പ്രവർത്തനമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. അതോടൊപ്പം തന്നെ ബന്ദികളുടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷാവസ്ഥയിലും വിഷയത്തിലും ട്രംപ് ഇടപെട്ടുകൊണ്ട് തന്നെ സംസാരിച്ചു. അതും ഏറെക്കുറെ ഹമാസിന് അനുകൂലമായിട്ടാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ജീവനുള്ള ബന്ദികളെ അതേ അവസരത്തിൽ പറഞ്ഞ രീതിയിൽ തന്നെ അവർ വിട്ടു തന്നല്ലോ. മൃതദേഹങ്ങൾ വിട്ടുതരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഭൂമിശാസ്ത്ര സ്ഥിതികളും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും മനസ്സിലാക്കുകയും ഘട്ടം ഘട്ടമായിട്ട് വിട്ടുതരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുകയാണ് വേണ്ടത് എന്നുള്ളിടത്തേക്കാണ് ട്രംപിൻ്റെ നിലപാട്. കാര്യം അത് ഹമാസ് പറയുന്ന കാര്യം തന്നെ മൃതദേഹങ്ങൾ വ്യത്യസ്ത വ്യക്തികളുടെ കയ്യിലും വ്യത്യസ്ത സ്ഥലങ്ങളിലുമാണ്. തകർന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തായ് ഭാഗത്ത് പോലും ബങ്കറുകളുണ്ട്. അവിടുന്ന് ഇവരെ എടുക്കാൻ കാലതാമസം എടുക്കും എന്ന് പറയുന്നത് സ്വാഭാവികപരമായി അംഗീകരിക്കേണ്ടതാണെന്നുള്ളതും അതിൽ ഒരു യുക്തിപരമായിരിക്കുന്ന യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിവ് വേണം എന്നുള്ളതുമാണ് ട്രംപിൻ്റെ നിലപാട്. ആകെ കൂടി ഇപ്പോൾ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കർക്കശമായിരിക്കുന്ന നയങ്ങളിൽ നിന്നും നിലപാടിൽ നിന്നും ഏറെക്കുറെ ട്രംപ് പതുക്കെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വളരെ കൃത്യതയോടുകൂടി അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയായിരുന്നു: പൂർണ്ണമായിരിക്കുന്ന ഈ ഹമാസിൻ്റെ പിന്മാറ്റം, ആയുധം വെച്ച് കീഴടങ്ങുന്നത്, അല്ലെങ്കിൽ ആയുധം മറ്റുള്ള ഏതെങ്കിലും ഏജൻസിൻ്റെ മുമ്പിൽ അടിയറ വെക്കുന്നത്, അത്തരം കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതാണ്. ഈ കാര്യത്തിന് കൃത്യമായ രീതിയിലുള്ള മറുപടികളൊന്നും ഹമാസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പൂർണ്ണമായ രീതിയിൽ നിരായുധീകരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്ന് ചില അറേബ്യൻ പത്രങ്ങളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതികരിക്കാൻ യഥാർത്ഥത്തിൽ ഈ ഹമാസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. 21 ഇന ട്രംപിൻ്റെ നിർദ്ദേശങ്ങളിൽ 7-8 നിർദ്ദേശങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഹമാസ് അംഗീകരിച്ചത്. ബാക്കിയെല്ലാം ആലോചിക്കുകയും ചർച്ചയും ചെയ്ത് അംഗീകരിക്കേണ്ടതാണ് എന്നുള്ള നിലപാടിലേക്കാണ് അവരെത്തിയത്. നിലവിൽ ഗസയുടെ സാഹചര്യങ്ങൾ ഇസ്രായേലിനെതിരെ ജനരോഷം തിരിയുന്ന രീതിയിൽ തന്നെയാണ്. അറേബ്യൻ രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ പറഞ്ഞു. കരാർ വ്യവസ്ഥ പൂർണ്ണമായി പാലിക്കാതെ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തികൾ ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട്. പലസ്തീൻ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2-3 പ്രാവശ്യം വെടിവെപ്പ് നടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം 9 പേരാണ് കൊല്ലപ്പെട്ടത്. രണ്ടാം തവണ 3 പേരാണ്. വേറെ ഏതെങ്കിലും വെടിവെപ്പോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഇതെല്ലാം കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ്. ഇതൊന്നും ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ സാധിക്കില്ല എന്നിടത്തേക്കാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ തന്നെ എത്തുന്നത്. ഇതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ പ്രതിസന്ധിയായിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മൃതദേഹം വിട്ടുകിട്ടുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ജനങ്ങൾ വലിയ പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രീതിയിൽ ഗസയിൽ നിന്ന് സൈനിക പിന്മാറ്റം അനിവാര്യമാണ്. നമ്മൾ അവരുടെ ദേശത്ത് സൈന്യവുമായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തുള്ള ജനങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള അഭിപ്രായമാണ് ജൂത റബ്ബിമാർക്ക് അടക്കം അവർക്കുള്ളത്. അവരത് പറയുകയും ചെയ്തു സർക്കാരിനോട്. എത്രത്തോളം നമ്മൾ അവരെ പ്രകോപിപ്പിക്കുന്നു അത്രത്തോളം തിരിച്ചടികൾ ഉണ്ടാവും. മുൻപ് കാലത്തെ പോലെയല്ല, ഇസ്രായേലിനെ ആരും പേടിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ എല്ലാവിധ സൈനിക ശക്തിയും ചോർന്നു പോയിരിക്കുന്നു. ഈ രാജ്യത്തേക്ക് ആക്രമിക്കാൻ വേണ്ടി എല്ലാവർക്കും താല്പര്യമാണ്. പരമാവധി ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിജീവിക്കാൻ സാധിക്കുമെന്നൊക്കെ പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല. ഈ രീതിയിലാണ് ഈ വിഷയകാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിജയം ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വിജയം ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അവർക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. എവിടെയും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടോ സാധിക്കുന്നില്ല. അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ നീരസവും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെൻറ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗസയിൽ നിന്ന് അവർ വിട്ടുപോകാതെ ഏതെങ്കിലും തരത്തിൽ
ഒരു നിരായുധീകരണമാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വേറെ വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം തുടരുന്നത്. അതിനോടനുബന്ധിച്ച് റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. റഫ അതിർത്തി പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ടില്ലെന്നോ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള അഭിപ്രായമാണ് വരുന്നത്. അതിൻ്റെ കാര്യം അവർ പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനമാണ്. ബന്ദി എന്ന് പറയുന്ന സമയത്ത് മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹം മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊരു പൂർണ്ണത വരുത്താൻ വേണ്ടിയിട്ട് ഹമാസിന് സാധിക്കാത്തടത്തോളം കാലം തങ്ങൾ എങ്ങനെയാണ് കരാർ വ്യവസ്ഥ പൂർണ്ണമായിട്ട് പാലിക്കുക. അതുകൊണ്ട് റഫ അതിർത്തി ഭാഗികമായിട്ടല്ലാതെ പൂർണ്ണമായിട്ട് തുറക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളിടത്തേക്ക് അവരെത്തിയിരിക്കുകയാണ്. ഇതെല്ലാം കടുത്ത എതിർപ്പും വിമർശനവും ഉണ്ടാക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളത് ലക്ഷ്യമാണെങ്കിൽ പോലും അങ്ങനെ വരുന്ന സമയത്ത് 23 ലക്ഷത്തോളം ജനങ്ങൾ അധിവസിക്കുന്നിടത്ത് ഒരു സൈനിക നിയന്ത്രണം ഇല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാവും, വലിയ സംഘർഷാവസ്ഥയും ഏറ്റുമുട്ടലുകളും ഉണ്ടാവും. മാത്രമല്ല ഈ സഹായധനവുമായിട്ട് എത്തുന്ന ഗസയിലേക്ക് എത്തുന്ന വാഹനങ്ങളെ ജനങ്ങൾ നിയന്ത്രിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയാൽ ആഭ്യന്തര പ്രശ്നങ്ങളും കൂട്ടമരണത്തിനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളും ഒരുപാട് അവസ്ഥകളും യഥാർത്ഥത്തിലുണ്ട്. അതോടനുബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഗസയിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന തരത്തിലാണ്. ഇതും അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. തുർക്കിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുസ്ലിം സംഘമാണ് യഥാർത്ഥത്തിൽ ഗസയുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അമേരിക്കയുടെ സൈനിക മേധാവികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘമായിട്ട് തുടരും എന്നൊക്കെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വളരെ കൃത്യതയോട് കൂടി ഈ വിഷയത്തെ ഇസ്രായേൽ സമീപിക്കുന്നില്ല എന്നതിനാൽ തന്നെ ഇവിടെ തങ്ങൾക്ക് സൈനികരെ നിർത്താൻ വേണ്ടി താല്പര്യമില്ല. മാത്രവുമല്ല ഗസയിൽ ഇപ്പോൾ ഹമാസ് കൂടുതൽ സൈനികമായിരിക്കുന്ന ബലം നേടിക്കൊണ്ടിരിക്കുകയാണ്, ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവ്വ മേഖലയിലും അവർ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സർവ്വ മേഖലയിലും അവർ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രാദേശികമായിരിക്കുന്ന ഒരു സൈനിക സംഘം ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്നവരുമായി ഏറ്റുമുട്ടുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 13 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വല്ലാത്ത ഒരു സംഘർഷ സാഹചര്യവും സ്ഥിതികളിലൊക്കെ ഗസക്കകത്ത് നടക്കുന്നുണ്ട്. ഇതിൽ ആഭ്യന്തരപരമായ രീതിയിൽ മുഴുവൻ ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു നിരാശയും ഒരു പ്രയാസവും യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട്, കൂടെ അമേരിക്കക്കുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് ബന്ദിമോചനം കൊണ്ട്, അതായത് മൃതദേഹം മോചിപ്പിച്ചതോട് കൂടി തന്നെ ഒരു ശാശ്വതമായിരിക്കുന്ന പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് ഇപ്പോഴും ലോകം കരുതുന്നില്ല. കാര്യം അത്തരം ഒരു പ്രവൃത്തി നടന്നാൽ വീണ്ടും അക്രമത്തിന് സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗസയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതും ശേഖരിക്കപ്പെട്ട ആയുധം സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഏത് തരത്തിലാണ് ഈ ആയുധ കൈമാറ്റം കാര്യങ്ങളും നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ ഹമാസിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഗസയുടെ കയ്യിലോ ആയുധത്തിനൊരു കുറവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇസ്രായേൽ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. മൈനിങ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സൈനികർ മരണപ്പെട്ട സംഭവമൊക്കെ മധ്യ ഗസ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അതിന് സമാനമായിരിക്കുന്ന സ്ഥിതി കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഹമാസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ ഇനിയൊരു ഇസ്രായേൽ കയ്യേറ്റം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള ദുരന്തം ഉണ്ടാക്കാൻ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു പ്രവൃത്തി കൂടി യഥാർത്ഥത്തിൽ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ മേഖലയിൽ നടക്കുന്ന വിഷയങ്ങൾ ഈ വളരെ കൃത്യതയോട് കൂടി മനസ്സിലാക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല. അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബദൽ സംവിധാനമുണ്ട്. ഒരു ആയുധ സംഘത്തെ ഹമാസിനെതിരെ അവർ ആയുധങ്ങൾ നൽകിക്കൊണ്ട് സംഘടിപ്പിച്ചിരുന്നു. വലിയ ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഹമാസിൻ്റെ ആളുകളും ഇവരും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അവർക്കതിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് സഹായം എത്തിക്കാൻ ഇസ്രായേലിന് ഈ വിമത വിഭാഗത്തിന് സഹായം എത്തിക്കാൻ സാധിക്കാത്ത വിധം വലിയ രീതിയിലുള്ള ആധിപത്യം ഹമാസ് അവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇസ്രായേലിന് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇടപെടാൻ സാധിക്കാത്ത പ്രയാസം ഇസ്രായേലിൻ്റെ മുഖത്ത് പ്രകടമാണ് എന്നാണ് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണത്തിലേക്ക് ഗസ ഹമാസിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ അതിന് ഏറ്റവും വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനാണ്. ആ ഇസ്രായേലിൻ്റെ നിരാശ മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമങ്ങൾ നടത്താൻ പറ്റുമോ എന്ന് അമേരിക്ക ചിന്തിക്കുന്നതിനിടയിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഹമാസിന് അനുകൂലമായിരിക്കുന്ന ഒരു പ്രസ്താവന കൂടി പുറപ്പെടുവിച്ചിരിക്കുന്നത്.